നമ്മുടെ ഇന്ദ്രൻ സാറിന് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി. എല്ലാവർക്കും നന്ദി. ഞാനല്ല, അതിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അതിൽ ഏറ്റവും അധികം ജോൺ പോൾജി തന്നെ ആയിരിക്കും. ഓരോ സീനും ഡയലോഗും പഠിപ്പിച്ച് അത് മ്യൂസിക്കും പാട്ടും ഒക്കെ ഇട്ടാണ് നമ്മളെ ഓരോ മൂവ്മെൻറ്റും ചെയ്യിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോഴുള്ള ആ ഒരു മൂഡ് തന്നെ അഭിനയിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തരുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വളരെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഇന്ദ്രൻ സേട്ട. ഇത്രയധികം വർഷങ്ങളായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നതിനും ഒക്കെ താങ്ക് യു സോ മച്ച്. സെബസ്റ്റ്യൻ സർ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ ഗ്രേറ്റർ ഫിലിം ദാൻ എ ഗ്രേറ്റ് ഫിലിം. ഇത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് പറഞ്ഞതാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഒരു കിണർ ഉള്ള ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല ഈ സിനിമയെക്കുറിച്ചിട്ട്. അങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് കയറി ഇൻട്രോലായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സംശയം ജനിച്ചു പെട്ടെന്ന്. കാരണം നോട്ട് ദ കൈൻഡ് ഓഫ് സിനിമ, ബട്ട് പ്രമേയം കൊണ്ട് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമാ കഥ എന്നുള്ള നിലയ്ക്ക് പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമ ഉദയനാണ് താരം. അയ്യോ, അപ്പം അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ. നത്തിങ് ഹാപ്പൻഡ്. ഇറ്റ് ടോട്ടലി ട്വിസ്റ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് വേറൊരു ദിശയിലേക്ക് തിരക്കഥ ജോൺ കൊണ്ടുപോയി. അത് ഇതിനു മുമ്പ് കാണാത്ത ഒരു ദിശയാണ്. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതെവിടേക്കാണ് പോകണമെന്ന് പക്ഷെ മനസ്സിലായി വരുമ്പോഴാണ് ഇത് സിനിമ എന്താണെന്ന് അവസാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം ദ ഡയറക്ടർ. ഒരു മുൻവിധിയും വെച്ചിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. സാധാരണ ഒരു സിനിമ കാണുന്ന എല്ലാവരും പ്രേക്ഷകർക്കും ഉണ്ടാവും ഒരു സിനിമ എങ്ങനെയായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി കാണും. പല അഡ്വർടൈസ്മെൻറ്റും ഇതിൻ്റെ ട്രailer കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. സിനിമ മൊത്തം കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൽ എവറിഥിങ് വാസ് പെർഫെക്റ്റ്, എവറിഥിങ് വാസ് ഗ്രേറ്റ്. പക്ഷേ എല്ലാത്തിലുപരി പറയേണ്ടത് എൻ്റെ സുഹൃത്ത് ഇന്ദ്രൻസ്. ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കാലത്തല്ല, എന്നെക്കാളും ജൂനിയറായിട്ട് വന്നതെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും മാർവലസ് ജോബ്. ഇനിയൊരു പകരം മറ്റൊരാളെ കൊണ്ട് ഈ റോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായകനും കൂടിയുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. മേ ബി ഇന്ദ്രൻസ് ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗഹനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് നമ്മുടെ ജോൺ പോളിനോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു ശത്രുത ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ജോൺ പോൾ സ്ഥിരം ചെയ്യുന്നവർ എൻ്റെ കൂടെ വളരെ നന്നായിട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫ്ലൂട്ടിസ്റ്റ് പയ്യനുണ്ടായിരുന്നു, വിഷ്ണു. അവനെ പിടിച്ച് മ്യൂസിക് ഡയറക്ടറാക്കി. പിന്നെ അവനെനിക്ക് ഫ്ലൂട്ട് വായിക്കാൻ പറ്റാണ്ടായി. ഇപ്പം 2 കൊല്ലമായിട്ട് 10 കൊല്ലത്തിലും മേലെ എൻ്റെ കൂടെ കീബോർഡ് വായിച്ചിരുന്ന ഇറ്റ് ഈസ് എ പാഷനേറ്റ് മ്യൂസിഷ്യൻ, ഭയങ്കര ഡെഡിക്കേറ്റ് മ്യൂസിഷ്യൻ, അജീഷ് ആൻഡോ. ഐ വാസ് ഡിപ്പെൻഡിങ്. കാരണം നമുക്ക് പെർമനൻ്റായിട്ട് ഒരാൾ നമ്മളുടെ കൂടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ അജീഷ് ആടിനെയും പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇനിയിപ്പോൾ ആരെയാണ്, ഇനിയിപ്പോൾ എന്നെ മാത്രമേ കൊണ്ടുപോകാണ്ടുള്ളൂ. ഞാൻ ആരെങ്കിലും പിടിച്ചൊന്ന് കുറച്ച് ട്രെയിൻ ചെയ്ത് എൻ്റെ കൂടെ വളർത്തി വരുമ്പോൾ അപ്പം പിടിച്ചു കൊണ്ടുപോകും മാത്രമല്ല, അവരെ ഒരു വലിയ പ്രശസ്തിയിലേക്കും സക്സസ്ഫുൾ വിജയകരമായിട്ടുള്ള അവരുടെ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് അവരെ കരകയറ്റി വിടുന്നുണ്ട്. പിന്നെ അവരെ തിരിഞ്ഞു നോക്കി എത്ര വിളിച്ചാലും പിന്നെ അവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു നഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന് പകരം എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും. അത് ഈ അവസരത്തിൽ പറയുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം. ജോൺ, this will be his 3rd victory. I think he has done only 3 films. First one, Guppy, then Ambili. Great film, greater film. This will be a greatest film. Congratulations and all the best. Thank you, Sage Person sir. Now, Sunny Wing, I think in the happiness double ആണല്ലേ? കാരണം 14 years സെലിബ്രേറ്റ് ചെയ്യുന്നു, പിന്നെ സുഹൃത്തുക്കളുടെ നല്ലൊരു സിനിമയുടെ പ്രീമിയർ കണ്ടു. അപ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്?
ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേക്കല്ലേ, അങ്ങനല്ലേ? എന്താ പറയുക, നല്ലൊരു സിനിമ ഉണ്ട്, നല്ലൊരു മൂഡിലിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ജോണിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഇങ്ങനെ ഒരു സിനിമ, പിന്നെ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഇവിടെ വന്ന്, ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെയാണ്, ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതെങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണത് എന്ന് നമുക്കൊരു മുൻവിധിയൊന്നും തരാത്തൊരു സിനിമ. അത് എൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മനസ്സിൽ നിന്ന് ഒരു ഉള്ളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കില്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ വേണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ ആഗ്രഹിക്കും നമ്മൾ ചില സിനിമകൾ കാണാൻ. അപ്പം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പം നമ്മളെ കയ്യിൽ കിട്ടിയൊരു സിനിമയും കൂടിയാണത്. പിന്നെ ഇപ്പം എനിക്കെന്ന് പറയുമ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 14th സിനിമയിൽ വന്നിട്ട് 14 വർഷമായി. അപ്പോൾ ആ ഒരു ദിവസം കൂടിയാണ്. ഒരുപാടുണ്ട്. ഇപ്പം ബിബിൻ പെരുപ്പള്ളി ഉണ്ട്, സെക്കൻഡ് ഷോ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ അന്നത്തെ ദിവസം ഈ സിനിമ ഞങ്ങൾക്ക് കിട്ടിയൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ താങ്ക് യു ജോൺ, താങ്ക് യു ഫോർ എ ഗ്രേറ്റ് സിനിമ. താങ്ക് യു സോ മച്ച്. സന്തോഷം. അതിലുപരി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ജോൺ പോള് ഈ കഥ ആദ്യം പറയുന്ന സമയത്ത് എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് തീർച്ചയായിട്ടും ജോൺ പോളിൻ്റെ സംവിധാനവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രേട്ടൻ്റെ പെർഫോമൻസും അതിലൂടെ അതിൽ ലയിച്ചു പോയി. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെയൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ച ജോൺ പോളിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. വെൽ, നമ്മുടെ നായകൻ എവിടെ? നമ്മുടെ നായകന് നല്ലൊരു കൈഡിയാവാം. ജോമോൻ, ഇറ്റ്സ് യുവർ ടേൺ. ജോമോൻ ജോദർ. താങ്ക് യു ഏട്ടാ. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ. എങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയല്ല, മൊത്തത്തിൽ വേറൊരു പരിപാടിയാണ് ജോണേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. സീനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ആവശ്യമില്ലാതെ പിരിയൊക്കെ പൊങ്ങുമായിരുന്നു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഏട്ടാ. Thank you so much. Well, now Dominic. All of a sudden ആ ഒരു പേര് കേട്ടപ്പോൾ അല്ല, എനിക്ക് ജോണിൻ്റെ ഇതിനു മുന്നത്തെ 2 സിനിമകളും കൺവെൻഷൻ ആയിട്ടുള്ള സിനിമകളല്ല. ജോൺ ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ. അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളോട് കൂടുതൽ താല്പര്യമുള്ള ആളാണ്. യൂഷ്വൽ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയും കൂടെയാണ് ജോൺ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, എനിക്കിതിനകത്തെ ഓരോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, അത് പ്രത്യേകിച്ച് ജോണിൻ്റെ തന്നെ എടുക്കുകയാണ്. ഇന്ദ്രൻ ചേട്ടൻ ഇതുവരെ കാണാത്ത രീതിയിലും ജോമോനെ ഇതുവരെ കാണാത്ത രീതിയിലും, ഷോബി ചേട്ടൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഷോബി ചേട്ടൻ്റെ പെർഫോമൻസ്. അതേപോലെ എൻ്റെ കുറേ സുഹൃത്തുക്കളുമുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. പിന്നെ ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് സിനിമ. എനിക്കും വിമലിനെയും നേരത്തെ പരിചയപ്പെട്ട ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വിമലിനെ ആദ്യമായിട്ടൊരു സിനിമ ജോൺ ഓഫർ ചെയ്തു എന്ന് വിമൽ എന്നെ വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. സോ ഞാനും ഒരു വിധത്തിൽ ജോണിനോട് താങ്ക്ഫുള്ളാണ്, എൻ്റെ കുറേ സുഹൃത്തുക്കളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. സോ ഐ വാസ് വെരി ഹാപ്പി ടു വാച്ച് എ ഫിലിം. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻറ്റയർ ടീം. വലിയൊരു മൈൽ സ്റ്റോണായി മാറട്ടെ എന്ന് എൻ്റെ ആശംസ. Thank you so much, Dominic. Well, Nimesh? ഞാൻ ഈ സിനിമ കാണാൻ വരുന്നതിന് മുന്നേ തന്നെ ആക്ച്വലി ഈ പടത്തിലെ കുഞ്ഞിക്കവൾ എന്നുള്ള പാട്ട് കേട്ടിട്ട് ഞാൻ ഓൾറെഡി ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് ഈ സിനിമയിലോട്ട് വന്നത്, അപ്പോൾ കാണാൻ വന്നത്. സോ എനിക്ക് ജോണിൻ്റെ എല്ലാ പടത്തിലും ദർ ഇസ് ദിസ് ജോൺ ആൻഡ് സൂരജിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, ലൈക്ക് ഇറ്റ് കൈൻഡ് ഓഫ് ഡ്രൈവ്സ് അസ്. നമ്മൾ എവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു, സോ ആ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് സിനിമ കാണാൻ വന്നത്. ഐ വാസ് വെരി വെരി ഹാപ്പി. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് ഐ ഗോട്ട് വെരി ഇൻവെസ്റ്റഡ് ഇൻ ദ ഫിലിം. നല്ല രസമുണ്ട് ജോൺ. ഐ ആം സോ ഹാപ്പി.
എനിക്ക് ജോൺ ഒരു ബ്രദറിനെ പോലെയാണ്. എന്തുണ്ടെങ്കിലും ഐ കോൾ ജോൺ ആൻഡ് ആസ്ക്. അപ്പം ഐ എം സോ ഹാപ്പി യു മേഡ് ദിസ് മൂവി വിത്ത് ഓൾ ദീസ് പീപ്പിൾ. ആൻഡ് ഇന്ദ്രൻ ചേട്ടാ സൂപ്പർ, അടിപൊളി. ശോഭി ചേട്ടാ അടിപൊളി. സോ ആൻഡ് ഓൾസോ ഫസ്റ്റ് ഫിലിം ആണെന്ന് പറയില്ല, സോ ഗുഡ്, അടിപൊളി. സോ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഹോപ്പ് ഇറ്റ് ക്രിയേറ്റ്സ് a milestone in a box office. Okay, thank you. Thank you, Nimish, for all the good support. Well, Arun. ഹലോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എന്താ പറയുക, ഞാനും ഇപ്പം നിമിഷം പറഞ്ഞ പോലെ ജോൺ ചേട്ടൻ്റെ അമ്പിളിയാണെങ്കിലും ഗപ്പിയാണെങ്കിലും തിയേറ്ററിൽ കണ്ട് ഒത്തിരി ആസ്വദിച്ചാണ്. പിന്നെ ഇതിൻ്റെയും 2 സിനിമകളും പോലെ ഇതിൻ്റെയും സൗണ്ട് സ്കേപ്പും മ്യൂസിക് ആസ് വെൽ ആസ് ഇതിൻ്റെ ഒരു മൂഡ് സെറ്റിങ്ങും ഭയങ്കര രസമായിരുന്നു. എനിക്കൊന്ന് ഇറ്റ്സ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു സിനിമ ആൻഡ് മ്യൂസിക് ഒരുമിച്ചാണെന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ താങ്ക് യു ഫോർ ദിസ് എന്താ പറയുക എക്സ്പീരിയൻസ്. സോ ആൻഡ് ഓൾസോ ഹ്യൂജ് റെസ്പെക്ട് ടു ഇന്ദ്രൻ ചേട്ടൻ, ശോഭി ചേട്ടൻ, എല്ലാവരും. ശോഭി ചേട്ടനൊക്കെ ഇരിക്കുന്നത് ശരിക്കും തിരുവൻ സാറിന് എനിക്ക് കത്തി ഓർമ്മ വന്നത്. അപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം thank you for this experience. Yeah. Thank you, Arun. Esther? Also, Bibin Chat's performance super. Like I never expected he could do so well. Adivoli ata. Thank you. Esther? Also, ഒരു കാര്യം കൂടെ, വിമൽ Yes, please. സോ ഹാപ്പി ഫോർ വിമൽ. എന്താ പറയുക, ഞങ്ങൾ ഇടയ്ക്ക് ഫുട്ബോളൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ വിമലിൻ്റെ ഒരു അത് കുറേ ഒരു സെറ്റിങ്ങിലുള്ള സിനിമാറ്റോഗ്രാഫി തോന്നി. ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജോബ്. സോ ടു ദി എൻറ്റയർ ടീം, അടിപൊളി. ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പറയാൻ പ്രിപ്പയർഡ് അല്ല, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. പറയുന്ന പോലെ ഞാനും വിമലും ഒരു 7-8 വർഷം മുന്നേ ഞങ്ങൾ പരിചയമുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ ചായയൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ ഒരിക്കലും സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിമല് സ്വപ്നം കാണുന്ന സമയത്ത് ഡ്രീം ടുഗെദർ. അപ്പോൾ അവൻ്റെ പേരിങ്ങനെ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പം ഇറ്റ് ഫീൽസ് ലൈക്ക് എ പേഴ്സണൽ വിൻ. വളരെ വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഇറ്റ്സ് ഹ്യൂജ്. താങ്ക് യു സോ മച്ച് ഫോർ പ്രസൻറ്റിംഗ് ദിസ് ഫിലിം. കൺഗ്രാറ്റുലേഷൻസ്. Thank you, Esther. Well, Paris Lakshmi. ഒത്തിരി ഇഷ്ടമായി. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി ഹിയർ ടുഡേ ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് ഫിലിം. ഒരു ഗ്രേറ്റ് ഫിലിമാണ്. എനിക്ക് ഭയങ്കര കണക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് എപ്പോഴും വേറെ ലെവലാണ്. പക്ഷേ ഈ ഒരു മൂവി ഐ തിങ്ക് വി ആർ സീയിങ് യു ഇൻ എ ടോട്ടലി ഡിഫറെൻറ്റ് വേ. ആൻഡ് ഇറ്റ്സ് സച്ച് എ പ്രൈഡ് ടു ബി ഹിയർ ടുഡേ ടു വിറ്റ്നസ് ദിസ്. എല്ലാ ആക്ടേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തു. ആൻഡ് കഥ ഭയങ്കര ടച്ചിങ് ആണ്. ആൻഡ് ചിരിച്ചു, കരഞ്ഞു, എല്ലാം ഉണ്ട് അതിൽ. യുവർ പെർഫോമൻസ്, കൺഗ്രാറ്റുലേഷൻസ്. All the best. And ഇന്ന് ഞാൻ പറഞ്ഞത് I came with Ashan, that I call Ashan. He is a choreographer of the film Srijit P. So I will give the mic to him. അതിൽ ഡാൻസ് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് അഖിലും ജിബിൻ എല്ലാവരും ഉണ്ട്. They are our friends. So I'm so happy to see them on screen also. And Ashan, yeah. വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സെറ്റിലായാലും ഇപ്പോൾ ഇവിടെ സിനിമ കണ്ടപ്പോഴും വളരെയധികം എനിക്കൊത്തിരി സന്തോഷമായി. ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു ജോണേട്ടാ. താങ്ക് യു സോ മച്ച്. Thank you so much. Well, Sharath? ഭയങ്കര ഇഷ്ടമായി. ആ ഇൻട്രോയിൽ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഇൻട്രോയിലിന് ശേഷം വന്നിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുണ്ടായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു പരിപാടി അവസാനമായിട്ട്. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെയാണ്. അവരൊക്കെ അവിടെ കണ്ടത് ജോമൻ, നത്ത്, ഇന്ദ്രൻ ചേട്ടൻ, വിപിൻ ചേട്ടൻ, എല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അഭിനയിച്ച പടത്തെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. താങ്ക് യു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. Thank you so much. Afsar? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഒന്നിച്ചുള്ള ഒരു ഫാമിലി നിന്നാണ് ഈ ഒരു മൂവി ഉണ്ടായിട്ടുള്ളത്. ജോമോൻ പുള്ളിയാണ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു രോമാഞ്ചത്തിൽ. അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഒരു നായകനായിട്ട് ഒരു ദിവസം നീ വരുമെന്ന്. കൺഗ്രാറ്റ്സ് മാൻ. പൊളി. Thank you so much, Afsar. Vimal?
താങ്ക് യു സോ മച്ച്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇവിടെ വന്ന് നമ്മളൊരു 1 year ആയിട്ട് ചെയ്തൊരു സിനിമ ഈ സ്ക്രീനിൽ നമ്മൾ ഇന്നലെയും ഞാൻ എല്ലാ ദിവസവും ഒരു 2-3 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. ഫൈനലി എല്ലാവരുടെയും കൂടി ഇരുന്ന് സിനിമ കാണണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഇങ്ങനെ തിയേറ്ററിൽ പേരൊക്കെ എഴുതിയെന്നൊക്കെ എല്ലാവരുടെയും പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നടന്നു. താങ്ക് യു ജോണേട്ടാ. ഐ മീൻ ഫസ്റ്റ് ടൈം എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇതേപോലത്തെ ഒരു സ്കെയിലുള്ള ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. താങ്ക് യു. Thank you so much, Vimal, and all the best. Well, Vipin, superstar എവിടെ? And also, Vipinum ഒരു 14 years ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാണ് through second show. ഡിഗ്രി ആണല്ലോ, ഞാനുമായി 14 കൊല്ലം. താങ്ക് യു. ഇങ്ങനെ അവസരം ജോൺ സാർ എനിക്ക് തന്നതിന്, ഇവിടെ വരാൻ പറ്റിയതിന്, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയതിന് താങ്ക് യു. ഞാൻ വിചാരിച്ചില്ല ജോൺ സാറിന് തരുമെന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും. താങ്ക് യു. Siju, yes. Bhujan is here. എല്ലാവർക്കും നമസ്കാരം. I really enjoyed it. It's a beautiful movie. All the best, John. ഞാനും ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാക്കാൻ എനിക്കും സാധിച്ചൊരു സീനിൽ വരാൻ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഗംഭീര സിനിമയാകട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും ഇന്ദ്രൻസേട്ടാ, യു നെയിൽഡ് ഇറ്റ്. യൂട്യൂബ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജോമനെ, യു ഡൺ എക്സലൻറ്റ്. നല്ലൊരു മൂവി. ഒരുപാട് സന്തോഷം. താങ്ക് യു. സിജു, നമസ്കാരം. 2.5 വർഷം മുമ്പാന്ന് തോന്നുന്നു സിനിമയിൽ ആഗ്രഹമുള്ള കുറേ ഞാൻ ജോമോനെ നത്ത് അവരുടെയൊക്കെ പേര് ഒരു പൈസ മുടക്കിയ ഒരു പ്രൊഡ്യൂസറാണ്, രോമാഞ്ചത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ജോണേട്ടനോട് അന്നോട്ടുള്ള ബന്ധമാണ്. ഈ പടം ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാൻ ജോണേട്ടനെ വിളിക്കും. ജോണേട്ടാ, ഞാനിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുവാണ്. ഈ അവസാനം ഇറങ്ങിയ പാട്ട് കേട്ടപ്പോഴും രാത്രിയിലൊക്കെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുക. ഞാൻ എന്താ കരയുന്നതെന്ന് റീസൺ ഒന്നും അറിയത്തില്ല, പക്ഷേ എവിടെയൊക്കെയോ ഈ പാട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജോണേട്ടൻ പറഞ്ഞു, ഇത് കുറേ പേര് എന്നെയും വിളിച്ചു പറയുന്നത്, ഇതിപ്പോൾ എന്താ പറയുന്നത്. അപ്പം ഇപ്പം ഈ പടം അപ്പം ഞാൻ പറഞ്ഞത് ജോമോൻ എന്നോട് പല പ്രാവശ്യം ഈ കഥ റൂമിലൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇവൻ ഈ കഥ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയും, നീ കഥ പറയല്ലേ, എനിക്ക് തിയേറ്ററിൽ തന്നെ ഇത് എന്താണ് മൊത്തം അറിയണം. അപ്പോൾ ജോണേട്ടൻ പറഞ്ഞു, നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ജോണേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇനി സെക്കൻഡ് ഹാഫിൽ ഇനി ഇത് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് വേറെ ഒരു പരിപാടി. ഭയങ്കര അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. നല്ലൊരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം താങ്ക് യു, എന്നെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അജീഷ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും വലിയൊരു സിനിമ വിശ്വസിച്ച് എനിക്ക് തന്നതിന് ജോൺ ചേട്ടനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് വരാൻ കാരണം എഡിറ്റർ കിരൺ ചേട്ടനാണ് എന്നെ ജോൺ ചേട്ടന് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കിരൺ ചേട്ടനും എൻ്റെ ഒരു താങ്ക്സ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. കിരൺ, ഞങ്ങളുടെ എഡിറ്റർ കിരൺ ഇപ്പം സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പനോരമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പോൾ പാലക്കാട് ഷൂട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഇവൻറ്റിലും കിരണിന് വരാൻ പറ്റിയില്ല. കിരണാണ് ഈ സിനിമ ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ കട്ട് ചെയ്ത് അതൊരു സിനിമയാക്കി തന്നത്. ഒരു വലിയ ഒരുപാട് ഫൂട്ടേജസ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. ഇത് നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് ഇതെല്ലാം ഒരുപാടുണ്ടായിരുന്നു. അവിടെ കിരണിൻ്റെ പാർട്ട്ണർഷിപ്പിലുള്ള അല്ലെങ്കിൽ ഈ എക്വൈറ്റ് എന്ന് പറഞ്ഞ VFX കമ്പനി അവരോട് ഇരിപ്പുണ്ട്. അവരും ചേർന്നാണ് അതിൻ്റെ ഈ സിനിമേനെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പം എഗ്വൈറ്റിനും കിരൺദാസിനും ഭയങ്കര നന്ദി പറയുന്നു. ഇപ്പോൾ രാജാകൃഷ്ണൻ സൗണ്ട് ഡിസൈനർ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ സപ്ത, അതുപോലെ ഒരുപാട് നല്ല കമ്പനികൾ ഈ സിനിമയിൽ ഇൻവോൾവ് ആയിരുന്നു. അതോടൊപ്പം ഈ സിനിമ പുറത്തേക്ക് ഇറക്കാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വേഫെയറിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മമ്മൂക്ക കഴിഞ്ഞ ദിവസം വന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് ഈ സിനിമേനെ എവിടെയോ കൊണ്ടെത്തിച്ചേക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ ഓപ്പൺ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഓപ്പൺ ആകുമെന്ന് കരുതുന്നു. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക.
ഗപ്പിയുടെ സംവിധായകൻ്റെ ഒരു അപേക്ഷ മാത്രമാണിത്. അങ്ങനെ മാത്രം കണ്ടാൽ മതി. തിയേറ്ററിൽ കാണാൻ ട്രൈ ചെയ്യുക. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു. Thank you so much. Evan, it's your turn now. വളരെയധികം സന്തോഷം. കാരണം ജോമോനും ഞാനും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് എൻട്രി ആവുന്നത് ജൂഡേട്ടൻ്റെ സാറാസിലൂടെയായിരുന്നു. അതിലെ നായകൻ സണ്ണിച്ചനായിരുന്നു. അതിൽ ക്യാമറ ചെയ്തത് നിമിഷേട്ടനായിരുന്നു. എനിക്ക് ആദ്യത്തെ സീൻ ചെയ്യാൻ പറ്റിയത് ഡൊമിനിക്കേട്ടനുമായിട്ടായിരുന്നു. അപ്പോൾ ഞാനും ജോമോനും ആദ്യമായിട്ട് വരുന്നത് സാറാസിലൂടെയാണ്. അപ്പോൾ അവൻ നായകനാകുന്നൊരു നല്ല സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇരട്ടി മധുരമാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച രോമാഞ്ചത്തിൻ്റെ 3-ാം വാർഷികം കൂടാണെന്ന്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. താങ്ക് യു ജോണേട്ടാ. എല്ലാവർക്കും ഈ സിനിമയിൽ പ്രവർത്തിച്ച പിന്നണിയിലും മുന്നണിയിലും എല്ലാം പ്രവർത്തിച്ച എല്ലാവരും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Thank you, Evan. Now let's hear from the producers. Annam. ഞാൻ ഭയങ്കര ഇമോഷണലായി നിൽക്കുകയാണ്. എല്ലാവരും That's okay. Well, സിനിമ കാണണം എന്നാണ് പറഞ്ഞത്. കട്ടായിപ്പോയി. സൂര്യായിരുന്നു. Mr. Suraj. ഇത് ബേസിക്കലി അന്നം പറഞ്ഞ പോലെ വളരെ ഇമോഷണൽ മൊമെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ എനിക്കൊന്നൊരു 1 year ആയിട്ട് എഫേർട്ട് എടുത്തതാണ്. പക്ഷേ ഇതിനകത്ത് 1 year അല്ല, എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്റ്റ്. സാധാരണ ഞാൻ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഇമോഷണലായി പോകുന്നുണ്ട്. സോറി. ഇത് ആക്ച്വലി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, പിന്നീട് പറഞ്ഞു 1 year. പക്ഷേ 1 year അല്ല, എനിക്ക് തോന്നുന്നു ഇവരൊരു 4 months or 5 months എങ്കിലും പ്രീ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ്റെ വീട്ടിൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവർ എടുത്ത ഓരോ ഫ്രെയിംസും ഓരോ ഷോട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ. വിമലും ജോണും എഡീസിൻ്റെ ടീമും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ എഫേർട്ടാണ് ഇന്ന് ഈ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു ഒറ്റ എഫേർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ഷൂട്ടിംഗ് ഡേയ്സ് ഇവർക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ അത് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതിലുള്ള വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ജോൺ തന്നെയാണ് പ്രൊഡ്യൂസറും മ്യൂസിക് ഡയറക്ടറും എല്ലാം ജോൺ തന്നെയാണ്. അപ്പോൾ ഓരോ സമയത്തും ജോണിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പോലും എല്ലാ സമയത്തും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ജോണിൻ്റെ ഒരു ഒപ്പീനിയനും ഇതും ഞങ്ങൾക്ക് വളരെയധികം വാല്യുബിൾ ആണ്. അപ്പോൾ ആ സമയത്ത് പല സമയത്തും നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ശ്രമിച്ചപ്പോഴും അപ്പോൾ അതൊരു എന്താ പറയുക, ഈ പടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് മാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നവരടുത്തുള്ളൊരു അപേക്ഷ. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക, അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ കണ്ട് പറഞ്ഞവരെല്ലാവരും അത് തന്നെ പറഞ്ഞത്, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. ഇതൊരു ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു പടമാണ്. സോ ഇതിൻ്റെ മ്യൂസിക് എല്ലാം, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് എവറിത്തിങ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. OTT വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നുള്ളതാണ് അപേക്ഷ. താങ്ക് യു സോ മച്ച്. Thank you once again. Well, now from നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സിനിമ കാണാനെത്തിയ എല്ലാവർക്കും പ്രത്യേകമായിട്ടൊരു നന്ദി പറയണം. താങ്ക് യു ഫ്രണ്ട്സ്. പിന്നെ മീഡിയക്കാർ, നമ്മുടെ പിള്ളേർ എല്ലാവരും സമയത്ത് തന്നെ വന്നു, സമയത്ത് തന്നെ സിനിമ തുടങ്ങാൻ പറ്റി. അതുകൊണ്ട് തന്നെ സമയത്ത് തീർക്കാനും പറ്റി. താങ്ക് യു എല്ലാവർക്കും. Now you can ask questions related to the movie. നിങ്ങൾക്ക് സിനിമയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ സിനിമ ഇന്നേ ദിവസം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കാൻ. Once again, can we all together give it up for നമ്മുടെ സ്വന്തം ആശാൻ. Please all of you, നമ്മുടെ ഇന്ദ്രൻ സാറിന് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടിയാവാം. Thank you so much.